أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة بسم الله عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരെ, പണ്ഡിതന്മാരെ, സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തയുടെ SOSന്റെ SKSFന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, നേതാക്കളെ, ഒരു വലിയ സന്ദർഭമാണിത്. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഒരു നീട്ടിയ സംസാരം ഒരിക്കലും സദസ്സ് പ്രതീക്ഷിക്കുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനിവിടെ ഇസ്മത്തിന്റെ ഒരു ചെറിയ വാതിൽ തുറക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതൊരു ഗൗരവമായ പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യം ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട സത്യദീൻ ഓരോ കാലഘട്ടത്തിലും അകത്തുനിന്നും പുറത്തുനിന്നും ശത്രുക്കളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ തന്നെ അവസാന കാലഘട്ടങ്ങളിൽ വല്ലാത്ത ഇസ്ലാമിക വിരുദ്ധരായ ആളുകൾ ഇസ്ലാമിന്റെ അകത്തുനിന്ന് തന്നെ രംഗത്ത് വന്നിരുന്നു. ഖദരിയാക്കൾ, ഖവാരിജ്, ഇതൊക്കെ അതിന്റെ ഉദാഹരണമാണ്. ഇത് ഓരോ കാലഘട്ടത്തിലും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിന്റെ എല്ലാം അടിത്തറ പരിശോധിച്ചു നോക്കിയാൽ അത് അദാവത്തുൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ, ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടുമുള്ള ശത്രുതയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതിന്റെ നിർമ്മാതാക്കൾ അടിസ്ഥാനപരമായി ജൂതന്മാരാണ്. വലൻ തർള അൻകൽ യഹൂദു വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലതഹും എന്ന വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടമില്ലാതെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇസ്മത്തുൽ അംബിയാഇന്റെ വിഷയം എല്ലാ വിഷയം പോലെ തന്നെ പരിശോധിച്ചു നോക്കിയാൽ ഇതിന്റെ അടിത്തറ യഥാർത്ഥത്തിൽ വഹാബിസം, ബഹുമാനപ്പെട്ട അംബിയാഇന്റെ ഇസ്മത്തിനെതിരെ ലോകത്ത് സംസാരിച്ച ഒരു വിഭാഗം അടിസ്ഥാനപരമായി അത് വഹാബിസമാണ്. ആ വഹാബിസത്തിന്റെ അടിസ്ഥാനമാകട്ടെ ജൂഡായിസമാണ്. ഏത് കാലഘട്ടത്തിലും ഒരു നിലക്കല്ലെങ്കിൽ ഒരു നിലക്ക് അത് സമുദായത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. ഈ സൂറത്തുൽ ഫാത്തിഹ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് ചെയ്ത ആളുകളോട് പിൻപറ്റാൻ പറയുന്നുണ്ട്. ഈ അംബിയ ആരാണ്? അല്ലാഹു നിഅമത്ത് ചെയ്ത ആളുകൾ. അഭിപ്രായ വ്യത്യാസമില്ലാതെ ഖുർആൻ അർത്ഥശങ്കക്കിടമില്ലാതെ വ്യക്തമാക്കിയ കാര്യമാണ്. അത് ഒന്നാമതായി അള്ളാഹുവിന്റെ അംബിയ ആണ്. അള്ളാഹു അവരെ പിൻപറ്റാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. എന്നാൽ എന്തിനാണ് അവർ നിയോഗിതരായത്? ലോകത്ത് നന്മ പഠിപ്പിക്കാനും നന്മയിലേക്ക് ക്ഷണിക്കാനുമാണ്. ഇവിടെ കെ ഷാജിയുടെ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഗൗരവമായി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രഭാഷണം പറയുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ പ്രഭാഷണം ജീവിതമാക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അമ്പിയാക്കൾ പ്രഭാഷണം നടത്തുക മാത്രമല്ല ചെയ്തത്, പകരം അവർ പ്രഭാഷണത്തിലായി ജീവിക്കുകയാണ്. അവരുടെ ദഅവത്ത് എന്നാൽ അവരുടെ ജീവിതമാണ്.
പ്രബോധനം കൊണ്ട് കൽപ്പിക്കപ്പെട്ടവർ മുർസലീങ്ങളാണ്. അവർ 313 പ്രധാന അഭിപ്രായ പ്രകാരം. അപ്പോൾ 1,23,687 ആളുകളുടെ പണി എന്ത്? അവരുടെ പണി എന്ത്? 1,24,000 അമ്പിയാക്കൾ. അവരിൽ പ്രബോധനം കൊണ്ട് കൽപ്പിക്കപ്പെട്ടവർ 313. അപ്പോൾ പിന്നെ 1,23,687 അവരുടെ പണി എന്താ? അവരുടെ പണി അവരുടെ ശുദ്ധമായ ജീവിതമാണ്. ആ ജീവിതത്തിൽ ഒരു കദൂറാത്തും അവരെ ബാധിക്കുകയില്ല. നുബുവത്തിന് മുമ്പ് പോലും അവരിൽ നിന്ന് സംഭവിക്കുകയില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ തുഹ്ഫയുടെ 1-ാം വാള്യം 25-ാമത്തെ പേജിൽ അംബിയാഇനെ കുറിച്ച് പറയുന്ന വാക്ക് വളരെ ഗൗരവമായി ശ്രദ്ധിക്കുക. والرسول من البشر ذكر حر أكمل معاصره وإلى الأنبياء عقلا وفطنة وقوة ورأيا وخلقا ومعصوم ولو من صغيرة سهوا حتى قبل النبوة. تحفة 1-ാം വാള്യം 25-ാമത്തെ പേജ്. والرسول من البشر, റസൂൽ എന്നാൽ ബശറിൽപ്പെട്ട ആളാണ്. ذكر പുരുഷനാണ്, حر സ്വതന്ത്രനാണ്. أكمل معاصره وإلى الأنبياء, അമ്പിയാക്കളല്ലാതെ ആ കാലഘട്ടത്തിലുള്ള എല്ലാവരിലും ആ കൂട്ടത്തിൽ സമ്പൂർണനായിരിക്കും റസൂൽ എന്ന് പറയുന്ന ആൾ നബിയും റസൂലും. അക്കലൻ ബുദ്ധിയിൽ, ഫതനതൻ ബുദ്ധികൂർമ്മതയിൽ, വഖുവതൻ ശാരീരിക ശക്തിയിൽ, വഖിയൻ ചിന്തയിൽ, വഖുലുകൻ സ്വഭാവത്തിൽ. മഅസൂമുൻ, പ്രവാചകന്മാർ മഅസൂമികളാണ്. വലൗ മിൻ സഗീറ സഹുവൻ ഹത്താ ഖബല നുബുവ, നുബുവത്തിന്റെ മുമ്പ് പോലും ഒരു അബദ്ധം പോലും അവരിൽ നിന്ന് സംഭവിക്കുകയില്ല. ഒരു ചെറിയ അബദ്ധം പോലും അവരിൽ നിന്ന് സംഭവിക്കുകയില്ല. എന്തുകൊണ്ട്? അവർ സമുദായത്തിന്റെ നായകന്മാരാണ്. അവരെ കണ്ട് പഠിക്കാനാണ് ഖുർആൻ കൽപ്പിച്ചത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ووهبنا له إسحاق ويعقوب كلا هدينا ونوحا هدينا من قبل ومن ذريته داود وسليمان وأيوب ويوسف وموسى وهارون وكذلك نجزي المحسنين وزكريا ويحيى وعيسى وإلياس كل من الصالحين وإسماعيل واليسع ويونس ولوطا وكلا فضلنا على العالمين ومن آبائهم وذرياتهم وإخوانهم واجتبيناهم وهديناهم إلى صراط مستقيم. سورة الأنعام 84, 85, 86, 87 ആയത്തുകൾ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദ്നാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശേഷം വരുന്ന അമ്പിയാക്കളെ എണ്ണുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ്നാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശേഷമുള്ള നബിമാരെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മുമ്പ് അറിയപ്പെട്ട നബിമാർ 6 ആളുകളാണെന്നാണ് താരീഖ് പറയുന്നത്. ഒന്ന് സയ്യിദ്നാ ആദം, ഒന്ന് സയ്യിദ്നാ ശീസ്, ഒന്ന് സയ്യിദ്നാ ഇദ്രീസ്, സയ്യിദ്നാ നൂഹ്, സയ്യിദ്നാ ഹൂദ്, സയ്യിദ്നാ സ്വാലിഹ്. ഇതാണ് ഖബല ഇബ്രാഹിം. സയ്യിദ്നാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് മുമ്പുള്ള നബിമാർ അറിയപ്പെട്ടിടത്തോളം 6 ആളാണ്. അറിയപ്പെടാത്തതുണ്ടാകും. അറിയപ്പെട്ടിടത്തോളം നബിമാർ ബഹുമാനപ്പെട്ട സയ്യിദ്നാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് മുമ്പുള്ളത് 6 ആളാണ്. ലോകത്തിന് 2ാമത്തെ ഒരു വാപ്പ വന്നതാണ് ബഹുമാനപ്പെട്ട സയ്യിദ്നാ ഇബ്രാഹിം അലൈഹിസ്സലാം. وجاهدوا في الله حق جهاده واجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم. ലോകത്തിന് 2ാമത്തെ വാപ്പ വന്നതാണ് സയ്യിദ്നാ ഇബ്രാഹിം അലൈഹിസ്സലാം. മാനവ സമൂഹം പൂർണ്ണമായ ഒരു വ്യക്തമായ മാർഗരേഖയിൽ കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട സയ്യിദ്നാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷമാണ് ലോകത്ത്
അത്ഭുതകരമായ വളർച്ച നുബുവത്തിന്റെ കാര്യത്തിൽ ഒരുപാട് ഒരേ സമയത്ത് അനവധി ദേശങ്ങളിൽ പ്രവാചകന്മാർക്ക് വ്യക്തികൾക്ക് അല്ലാഹു തആല നുബുവത്ത് കൊടുത്തു. ബഹുമാനപ്പെട്ട സയ്യിദ്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ടാമത്തെ മോൻ സയ്യിദ്ന ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൊന്നുമോനാണ് സയ്യിദ്ന യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കള് 10,000-കണക്കിന് ആളുകൾ നബിമാരുണ്ടായി. ഇവരിൽ നിന്ന് ചില പ്രധാനപ്പെട്ട ആളുകളെ ഖുർആൻ ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു കുല്ലും മിനസ് സ്വാലിഹീൻ, എല്ലാവരും സ്വാലിഹീങ്ങളായിരുന്നു. അവരെ പാപ്പമാര്, മക്കള്, ഇഖ്വാന്, അവരിലൊക്കെ നാം നബിമാരെ തെരഞ്ഞെടുത്തു. അവരെല്ലാം വജ്തബൈനാഹും വഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീം, അവരെ അല്ലാഹു തെരഞ്ഞെടുത്തു, അവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്തു. വളരെ നമ്മൾ ചിന്തിക്കണം, ശ്രദ്ധിക്കണേ. മഅസൂമീങ്ങളാണ് ശ്രദ്ധിക്കണേ. ചായ കുടിക്കുന്നിടയിൽ വിഷയത്തിന്റെ ഒരു മർമ്മപ്പെട്ട ഭാഗം നഷ്ടപ്പെട്ടു പോകരുത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. മലായിക്കത്ത് മഅസൂമീങ്ങളാണ് എന്ന കാര്യത്തിൽ ലോകത്തിന് തർക്കമില്ല. മലായിക്കത്ത് മഅസൂമീങ്ങളാണ്, ലോകത്ത് തർക്കമില്ല. ബഷറും മലക്കും നോക്കിയാൽ അൽ ബഷറു അഫ്ളു മിനൽ മലായിക്ക, ബഷർ മലക്കിനേക്കാളും സമുന്നത വിഭാഗമാണ്. ബഹുമാനപ്പെട്ട മലായിക്കത്തിനേക്കാളും ഉന്നത വിഭാഗമാണ് ബഷർ. ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? മലായിക്കത്ത് എന്നത് ഖുലിഖു മിൻ നൂരി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്നത് അവ്വലുൽ ഖൽഖാണ്. അള്ളാഹിന്റെ ആദ്യത്തെ സൃഷ്ടി മുഹമ്മദാണ് അഥവാ അഹ്മദാണ്. മുഹമ്മദ് എന്നാൽ അത് രണ്ടാണ്. മുഹമ്മദ് എന്നത് രണ്ടാണ്. അഹ്മദും മുഹമ്മദാണ്, മുഹമ്മദും മുഹമ്മദാണ്. അഹ്മദ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആദ്യത്തെ ഖൽഖാണ്. അഹ്മദിയത്ത് ആദ്യം അല്ലാഹു സൃഷ്ടിച്ച അവന്റെ ഖൽഖാണ് ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്മദിയത്ത്. ഈ അഹ്മദിയത്തിൽ നിന്നാണ് മലക്കുകളെ പടച്ചിട്ടുള്ളത്. ഈ മലക്കുകൾ മഅസൂമീങ്ങളാണെന്ന് വന്നാൽ മനുഷ്യരിൽ മഅസൂമീങ്ങൾ അമ്പിയാക്കളും പാപസുരക്ഷിതരല്ലെങ്കിൽ പിന്നെ ബഷർ മലായിക്കത്തിന്റെ മേലെയാകാൻ ഒരു ന്യായം ഉണ്ടാവില്ല. ഒരു തട്ടിലെങ്കിലും ആളുകൾ മലായിക്കത്തിന്റെ മേലെ നിൽക്കണം. ഇത് ബുദ്ധി അംഗീകരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട് മലായിക്കത്തിനേക്കാൾ സമുന്നതരാണ് മനുഷ്യർ. മനുഷ്യരിലെ മുഅ്മിനീങ്ങൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വമൻസിലത്തുൽ മുഅ്മിനി ഇൻദല്ലാഹി അഅ്ളമു മിൻ മൻസിലത്തിൽ മലക്കിൽ മുഖറബ്. ഒരു മുഖറബായ മലക്കിന്റെ സ്ഥാനത്തേക്കാൾ വലിയ സ്ഥാനമാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്ഥാനം എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടുന്നാണ് മുഅ്മിന് നൂറാനിയത്ത് കിട്ടിയത്? അത് അംബിയാഇന്റെ നുബുവത്തിൽ നിന്ന് കിട്ടിയ നൂറാനിയത്താണ്. ആ അംബിയാഇന്റെ നുബുവത്താകട്ടെ, ആ നൂറാനിയത്ത് ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാനിയത്തുമായി ബന്ധപ്പെട്ടതാണ്. യാതൊരു സംശയവുമില്ല. ഒരു ഹജ്ജിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിന്നുപോയി. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ ഇത് സ്വഹീഹുൽ ബുഖാരി സാക്ഷിയാണ്. അതിനപ്പുറം സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് കഴിയുകയുമില്ല. എന്തുകൊണ്ട്? എന്നാൽ അഹ്മദിയത്ത് അങ്ങനെയല്ല. ഹജ്ജിന്റെ മഖാമിൽ ഖൽഖൻ ആദ്യമായി നിൽക്കുന്ന ആൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അഹ്മദിയത്താണ്. ഈ അഹ്മദിയത്തിന്റെ നൂറാനിയത്തിൽ നിന്നാണ് അമ്പിയാക്കളുടെ നൂറ് ലഭിച്ചിട്ടുള്ളത്. ആ നുബുവത്തിന്റെ അമ്പിയാക്കളുടെ നൂറാനിയത്തിന്റെ താഴെയാണ് മലായിക്കത്ത് മുഴുവനും. ഈ മലായിക്കത്ത് മഅസൂമീങ്ങളാണെന്ന് വരികയും അമ്പിയാ മഅസൂം അല്ലാന്ന് വരികയും ചെയ്താൽ അത് ഇസ്ലാമിക അടിസ്ഥാന സംഹിതയെ തന്നെ പൊളിക്കുന്ന ഏറ്റവും വലിയ ഒരു നാശമായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം. അപ്പോൾ പിന്നെ ഈ സംബന്ധമായി ധാരാളം വിഷയങ്ങൾ ഖുർആനിൽ കാണുന്നുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആദം ആസ്വാ ചെയ്തു. അസ എന്നതിന്റെ അർത്ഥം ഞാനിവിടെ പറയുന്നില്ല, നിങ്ങൾ ചിന്തിക്കാൻ. ഞാൻ വേറൊരു സ്ഥലം പറഞ്ഞു തരാം, ചിന്തിക്കുക. ഇത് പറയുമ്പോൾ സ്വാഭാവികമായ ആളുകൾ
ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കുറ്റം ചെയ്തു എന്ന് മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറ്റം ചെയ്ത ആളെന്ന് മനസ്സിലാക്കിയാൽ അതും ഇസ്ലാമിന്റെ അടിത്തറ പൊളിഞ്ഞു പോകും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ഇന്നല്ലാഹു اصطفى آدم ونوحا وآل إبراهيم وآل عمران على العالمين. സ്വഫത്തിൽ നിന്നാണ് ഇസ്തഫ എന്ന വാക്ക് വന്നത്. ഈ ഇസ്തഫക്ക് ഇസ്തഫയിൽ നിന്നാണ് മുസ്തഫ. ആദം ഇസ്തഫ, ആദമിനെ അല്ലാഹു ഇസ്തഫ, മുഹമ്മദ് മുസ്തഫ. ഇന്നല്ലാഹു ഇസ്തഫ മുഹമ്മദ് മുസ്തഫ. ഈ ഇസ്തിഫാഇനൊരു വിഷയമുണ്ട്. ഒരാള് സ്വഫത്ത് ചെയ്ത് ശുദ്ധീകരിക്കപ്പെട്ട് അത് സമ്പൂർണമായ അവസ്ഥയിലായി ഒരു നിലക്കും അബദ്ധം അവരിൽ മാത്രമല്ല അജിതാദിൽ പോലും വരാൻ പാടില്ല. ആ രൂപത്തിൽ വന്നാൽ മാത്രമേ ഇസ്തഫ എന്ന വാക്ക് അവരെ പറ്റി പ്രയോഗിക്കുകയുള്ളൂ. എന്തുകൊണ്ട്? അത് ശുദ്ധീകരണത്തിന്റെ സമ്പൂർണതയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ കൊണ്ട് നോക്ക്. ഹബീബായ മുഹമ്മദ് മുസ്തഫയാണ്. റസൂലുള്ള ഒരു കാരക്ക കഴിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ കാരക്കമരം ഉണ്ടായതിനു ശേഷം വിത്ത് 10,000 കൊല്ലങ്ങളോളം കൂടെ കടന്നു വന്ന ഈ കാരക്കയുടെ അസലുകൾ ഒരു വിത്ത് പോലും മസ്റൂഖാകാൻ പാടില്ല. എന്നാലേ ആ കാരക്ക റസൂല കഴിക്കുള്ളൂ. അപ്പോഴേ റസൂല മുസ്തഫയാവുള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായിട്ടില്ല? 10,000 കൊല്ലത്തിന്റെ ഇടയിൽ കാരക്ക മരങ്ങൾ ഇങ്ങനെ വരുന്നു, കാരക്ക ഇങ്ങനെ വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരക്കയെ ഭൂമിയിൽ ഉണ്ടാക്കി. പിന്നെ വിത്ത് മനുഷ്യരിലൂടെ ഇങ്ങനെ കടന്നു വരും. ഈ കടന്നു വരുന്ന ഒരു സമയത്ത് പോലും മോഷ്ടിക്കാനോ മനുഷ്യന്മാർ, എന്നാൽ അമ്പിയാൽ കഴിക്കുന്ന ഈ സാധനം മാത്രമല്ല അതിന്റെ അസലിൽ പോലും മോഷ്ടിക്കപ്പെടാൻ പാടില്ല. വളരെ ചിന്തിക്കണം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ആട്ടിറച്ചി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആട് മാത്രമല്ല, ഈ ആടിനെ ഉമ്മയെ കേറിയ ഫഹല് കൂറ്റൻ പോലും മസ്റൂഖാവൂല. എത്ര? അല്ലാഹു തആല ആടെന്ന സാധനത്തിനെ ദുനിയാവിൽ പടച്ചിട്ട് ഇന്ന് വരെയുള്ള 10,000 കൊല്ലത്തിന്റെ ഇടയിൽ ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഫഹല് പോലും മസ്റൂഖാണെങ്കിൽ ഈ ഭക്ഷണം റസൂലിന് കഴിക്കാൻ പറ്റൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നും റസൂൽ ആരാ? മുസ്തഫയാണ്, മുഹമ്മദ് മുസ്തഫ. വളരെ ചിന്തിക്കണം. നമ്മൾ വിചാരിച്ചതല്ല കാര്യം. അങ്ങനെ നടക്കുമെന്ന്. അങ്ങനെ നടക്കും. അല്ലാഹുവിന് നടക്കും. അല്ലാഹുവിനെ അവരെ നോക്കുന്നത്. അവരുടെ പിന്നിൽ റബ്ബാണല്ലോ. ഇതാണ് മുസ്തഫ. ഒരു ഭക്ഷണം അവർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിത്ത് 10,000 കൊല്ലം കടന്നു വന്ന വിത്ത് പോലും മസ്റൂഖാകാൻ പാടില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആബായിൽ ആ നുത്ഫത്ത് പേറിയ അതിന്റെ നൂറാനിത്ത് പറയാ ആബായിൽ ഒരു പിതാ പോലും തോന്നിയാസം ചെയ്തിട്ടില്ല. ഒരിക്കലുണ്ടാവില്ല. അത് ചെയ്യാൻ പറ്റൂല, ചെയ്യൂല. വഹാബിസം അടിപൊളിഞ്ഞതാണ്. വഹാബിസത്തിന്റെ അടിത്തറ അദാവത്തുൽ ഇസ്ലാമാണ്. നിങ്ങൾ വളരെ ചിന്തിക്കണം. അള്ളാന്റെ ഹബീബിന്റെ ഉമ്മയും ബാപ്പയും കാഫറാണ് എന്നിവർ പറയുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക്. ഇതേ വഹാബിയെ വിളിച്ചിട്ട് ഇവന്റെ ബാപ്പാനെ ഒരു കുറ്റം പറഞ്ഞാൽ അവൻ മൂണ്ടക്കടിക്കും. ഓന്റെ ബാപ്പാനെ കുറ്റം പറഞ്ഞാലും മൂണ്ടക്കടിക്കും. ഓന്റെ ബാപ്പാക്കുള്ള ഒരു ദോഷം, നിങ്ങളെ നാട്ടിലെ ഒരു വഹാബിയെ വിളിച്ചിട്ട് ഓന്റെ ബാപ്പാക്കുള്ള ഒരു ദോഷം അങ്ങാടിയിട്ടാ ജിന്നോന്റെ മകനല്ലേ എന്ന് പറഞ്ഞാൽ അടിക്കും. ഈ ദോഷം ബാപ്പാക്കുള്ളതാണെങ്കിൽ അവന് സഹിക്കൂല. അപ്പൊ ഇവന്റെ ബാപ്പ നല്ലോനാണെന്ന കാര്യത്തിൽ ഇവന്റെ ബാപ്പ നന്നായിരിക്കണം, ഉള്ള ദോഷം പോലും മറച്ചു വെക്കണം എന്ന കാര്യത്തിൽ ഇവർ വല്ലാതെ അധ്വാനിക്കും. മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അജിദാദ് ശിർക്ക് ചെയ്ത ആളുകളാണ് എന്നവർ പറയുകയും ചെയ്യും. അപ്പോൾ എന്താ അടിസ്ഥാനം?
അടിസ്ഥാനം അവർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ചിന്തിക്കുക. ബഹുമാനപ്പെട്ട ഒരിക്കൽ ഒരു അഅറാബി ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു അഅറാബി വന്നിട്ട് ഒരു കുതിരയെ കാണിച്ചു കൊടുത്തു. അപ്പൊ ആ കുതിര വിൽക്കുമെന്ന് ചോദിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുതിരയെ വാങ്ങി. അയാൾ പറഞ്ഞ വില കൊടുത്തു വാങ്ങി. അപ്പൊ പൈസ അപ്പൊ റസൂലുള്ളാഹിയുടെ കയ്യിലില്ല. അപ്പൊ ഞാൻ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് റസൂലുള്ള മുന്നിൽ നടന്നു. അയാളോട് കൂടെ വരാൻ വേണ്ടി പറഞ്ഞു. കുതിരയും കൊണ്ട് അയാൾ കൂടെ വന്നു. റസൂലുള്ള മുന്നിൽ നടന്നു. കുറച്ച് ധൃതിയിൽ നടന്നു. കാരണം ഈ പൈസ അയാൾക്ക് കൊടുക്കാൻ വേണ്ടി ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധൃതിയിൽ നടന്നു. അയാളോട് കുതിരയും കൊണ്ട് വരാൻ പറഞ്ഞു. ഈ കുതിരയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവടം ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ധൃതിയിൽ പോകുന്നത് എന്ന് സ്വഹാബികൾ മനസ്സിലാക്കിയില്ല. ഇയാൾ പിന്നിൽ മെല്ലെ കുതിരയും കൊണ്ട് വന്നു. ഇത് ചില സ്വഹാബികൾ കണ്ടപ്പോൾ ആ സ്വഹാബികള് ഇയാളോട് കുതിരക്ക് വില പറഞ്ഞു. ഇയാൾ അറബിയല്ലേ. ഇയാള് നല്ല വില കേട്ടപ്പോൾ ഒരാളൊരു വില പറഞ്ഞു, അതിനേക്കാൾ വേറൊരാൾ വേറൊരു വില പറഞ്ഞു. അപ്പൊ ഇയാളെ മോഹിപ്പിച്ചു. അയാളെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വേഗം വന്നിട്ട് ഈ കുതിര നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കോളി, ഇല്ലെങ്കിൽ വലിയ വില പറയുന്നുണ്ട്, ഞാൻ ഈ കുതിര വിൽക്കുന്നു. അപ്പോൾ പൈസ എടുക്കാൻ വേണ്ടി പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഇയാളോട് ചോദിച്ച്, അല്ല ഈ കുതിര ഞാൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടല്ലോ, ഞാൻ പൈസ എടുക്കാൻ വേണ്ടി പോയതല്ലേ, പിന്നെ നീ എന്താ എന്നെ വിളിച്ചതെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞേ വാങ്ങിയിട്ടൊന്നുമില്ല, നിങ്ങളൊരു വില പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, വാങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ വില വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ വാങ്ങിയിട്ടില്ല, നിങ്ങൾ വില പറഞ്ഞേ ഉള്ളൂ, വാങ്ങിയിട്ടില്ല. അപ്പോഴത്തേനും ജനങ്ങളോട് കൂടി, സ്വഹാബത്ത് എല്ലാവരും തമ്മിൽ കൂടി. കുറെ ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. എല്ലാവരും കൊണ്ട് കൂടി എല്ലാവരും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു, ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ ആളുകളെല്ലാം അതിന്റെ നടുവിൽ ഇവർ തമ്മിൽ തർക്കിച്ചു. ഹബീബായ റസൂൽ പറഞ്ഞ്, ഞാൻ ഈ കുതിരയെ വാങ്ങിയിട്ടുണ്ട് എന്നാണ്. അയാൾ പറഞ്ഞു, ഞാൻ കുതിര വാങ്ങിയിട്ടില്ല, ഞാൻ വില പറഞ്ഞിട്ടേ ഉള്ളൂ, തർക്കിച്ചു. അപ്പോൾ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇയാൾ പറഞ്ഞ്, നിങ്ങൾ ഈ കുതിരയെ വാങ്ങിയിട്ടുണ്ട് എന്നതിന് സാക്ഷി കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ സാക്ഷി കൊണ്ടുപോവാ, എന്നാൽ ഞാൻ എന്റെ വാദത്തിൽ നിന്ന് പിന്തിരിയാം എന്ന് ഈ കുതിരക്കാരനായ അറാബി പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അയാൾ ഈ കച്ചവടം നടക്കുമ്പോൾ അയാൾ ഹാജറില്ല, അയാളുടെ സ്ഥലത്തില്ല. അയാൾ പിന്നെ കൂട്ടത്തിൽ വന്നുകൂടിയ സ്വഹാബിയാണ്. അയാൾ പറഞ്ഞു, അഷ്ഹദു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുതിരയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നതിന് ഞാനിതാ സാക്ഷി നിൽക്കുന്നു എന്നത്. അപ്പൊ ഇത് വിചിത്രമായ ഒരു സാക്ഷിത്വമായി എല്ലാവർക്കും തോന്നി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഖുസൈമയിലേക്ക് തിരിഞ്ഞു ചോദിച്ചു, കണ്ടിട്ടില്ലല്ലോ, ഞങ്ങൾ കുതിരയെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സ്ഥലത്ത് ഇല്ലല്ലോ, പിന്നെ കൈപ്പത്തിച്ചതു ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് ഈ കുതിരയെ വാങ്ങിയിട്ടുണ്ട് എന്നതിന് നീ എങ്ങനെ സാക്ഷിയായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഖുസൈമയോട് ചോദിച്ചു റളിയല്ലാഹു അൻഹു. അപ്പോൾ പറഞ്ഞു, നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, നിങ്ങൾക്ക് കുറ്റം ചെയ്യാൻ പറ്റൂലല്ലോ, നിങ്ങൾ മാസൂമല്ലേ, അതുകൊണ്ട് നിങ്ങൾ കളവ് പറയില്ലെന്ന് എനിക്ക് ഉറപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ കുതിരയെ വാങ്ങിയിട്ടുണ്ട് എന്നതിന് സാക്ഷ്യം പറയുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞേ, ശരി, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ തന്നെ, ഞാൻ മഅ്സൂമാണ്, എനിക്ക് തെറ്റ് ചെയ്യാൻ പറ്റൂല. ഇനി മുതൽ രണ്ടാൾ സാക്ഷി നിൽക്കുന്നിടത്ത് ഇബ്നു ഖുസൈമയുടെ സാക്ഷിത്വം ഒരാൾ മതിയാകും. ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പദവി കൊടുത്തതായി ഇമാം ബുഖാരി അടക്കം രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം. എല്ലാവരും രണ്ടാൾ സാക്ഷി നിൽക്കുന്നിടത്ത് ഇബ്നു ഖുസൈമ ഉണ്ടെങ്കിൽ ഇബ്നു ഖുസൈമയുടെ ഒരു സാക്ഷിത്വം മതിയാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അശ്ഹദു അന്നക ബായഅതഹു ഫഅഖബല റസൂലുള്ളാഹി അലാ ഖുസൈമ ഫഖാല ബിമാ തശ്ഖാല ബിതസ്ദീഖിക ഫജഅല റസൂലുള്ളാഹി ഷഹാദത ഖുസൈമ ഷഹാദത റജുലൈനി. രണ്ടാളുടെ സാക്ഷിത്വമായി ഒരാളുടെ സാക്ഷിത്വത്തെ അംഗീകരിച്ചു. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഒരു കളവ് പറയൽ വരാൻ പാടില്ല, അത് സംഭവിക്കൂല.
അതെനിക്ക് ഉറപ്പാണ് നബി, ഞങ്ങളിൽ നിന്ന് കളവ് പറയാൻ പറ്റൂല നിങ്ങൾക്ക് എന്ന്. അതുകൊണ്ടാണ് ഞാനിവിടെ രംഗത്തില്ലാതെയും എനിക്ക് നിങ്ങൾ ഈ കുതിരയെ വാങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുക എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ്ന ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹു ഹബീബായ മുഹമ്മദ് മുസ്തഫ ചിന്തിക്കും. മിഅ്റാജിന് പോയ ഹബീബായ റസൂൽ മിഅ്റാജിന് പോയി തിരിച്ചു വന്നു. ചിന്തിച്ചു നോക്ക്, ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, അലാ ഹൽ ബല്ലഗ്തു, അലാ ഹൽ ബല്ലഗ്തു, അലാ ഹൽ ബല്ലഗ്തു. അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് അറിയിച്ചു തരാൻ പറഞ്ഞതെല്ലാം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടില്ലയോ എന്ന്. അറഫയിൽ ലക്ഷത്തോളം വരുന്ന അനുയായികൾ മുസ്തഫ റസൂലുള്ളാഹി, വലിയ ജനക്കൂട്ടം, 100,000-ഓളം വരുന്ന അനുയായികൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ബഹുമാനപ്പെട്ട അറഫ മൈതാനിയിലുണ്ട്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കാം, അലാ ഹൽ ബല്ലഗ്തു, അല്ലാഹു നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഏൽപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലയോ? എല്ലാവരും ഉറക്കെ ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയേ. ഈ സ്വഹാബത്ത് മുഴുവനും നബിയെ ആക്കുന്നത് എങ്ങനെ, എന്തുകൊണ്ട്? അള്ളാഹു പറഞ്ഞു കൊടുത്തതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് കൊടുത്തു എന്നത് ഇവർക്ക് എന്തുറപ്പുള്ളത്? കാരണം ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുത്തത് ഇവർക്ക് എടുത്തിട്ടില്ല. ആ വിവരം ഇവരുടെ കയ്യിലില്ല. പിന്നെന്തിനാ ബലായ റസൂലുള്ളാഹി എന്ന് പറഞ്ഞു? അത് പറയാനുള്ള അടിസ്ഥാനപരമായ കാരണം അല്ലാഹുവിന്റെ ഹബീബ് മഅസൂമാണ്, നബിയിൽ നിന്ന് അബദ്ധം സംഭവിക്കുകയില്ല എന്ന് അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ഉറപ്പാണ്. അപ്പോൾ പിന്നെ ഒരിക്കലും അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരു തുഹ്മത്ത് പോലും അവർക്ക് ഉണ്ടാവുകയില്ല. അതാണ് അടിസ്ഥാനം. പിന്നെ ആസ എന്ന വാക്കുണ്ടല്ലോ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആസ എന്ന വാക്കുണ്ടല്ലോ, ആസാക്ക് കുറ്റം എന്ന അർത്ഥവുമില്ല, ആസാക്ക് കുറ്റം എന്ന അർത്ഥമില്ല. എന്തുകൊണ്ട്? നോമ്പ് നോറ്റവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വലിയ ആരാധനയല്ലേ നോമ്പ്. നോമ്പ് നോറ്റവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മക്ക ഫതഹിന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ എന്നൊരു പ്രദേശമുണ്ട് മക്കയുടെയും മദീനയുടെയും ഇടയിൽ. മദീനയിൽ നിന്ന് പുറപ്പെട്ടു, മക്കയിലേക്ക് വരികയാണ് ഫതഹിന്റെ ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബല ഇലാ മക്ക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറാഉൽ ഗമീം എന്ന പ്രദേശത്തെത്തി. ആ പ്രദേശത്തെത്തിയപ്പോൾ എല്ലാവരും നോമ്പുകാരാണ്, റമളാൻ മാസമാണ്, നോമ്പാണ്. നബിയും നോമ്പുകാരനാണ്, എല്ലാവരും നോമ്പുകാരാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫതലബ, കുറച്ച് വെള്ളം വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ടു. ആളുകൾ ആരും ഓടിപ്പോയി ഒരു പാത്രം വെള്ളവും കൊണ്ട് അവര് വന്നു. അവർ വന്നപ്പോൾ ജനങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ പാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിങ്ങനെ പൊന്തിച്ചു പിടിച്ചു. ഫശരിബ, എന്നിട്ട് അതിലുള്ള വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചു. ഫഖീല ലഹു, നോമ്പാണ്, റമളാൻ മാസമാണ്, യാത്രക്കാർക്കുള്ള ആനുകൂല്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് മുറിച്ച് റമളാന്റെ പകലിൽ നോമ്പ് മുറിച്ചു. ഫഖീല ലഹു ബഅദ ദാലിക, അപ്പോൾ ചില ആളുകൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ബഅദുന്നാസി ഖദ് സ്വാമു യാ റസൂലല്ലാഹ്, ചില ആളുകൾ നോമ്പ് നോൽക്കുന്നുണ്ട് നബിയേ എന്ന്. ഇത് കണ്ടിട്ട് കുറെ ആളുകൾ നോമ്പ് മുറിച്ച്, യാത്രയിലാണ് നോമ്പ് മുറിച്ച്, അത് അള്ളാഹു അനുവദിച്ചതുമാണ്. അപ്പോൾ ആര് വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ നിങ്ങൾ നോമ്പ് മുറിക്കുന്ന കണ്ടു, ഞങ്ങൾ നോമ്പ് മുറിച്ചു, റമളാന്റെ പകലാണ് നോമ്പ് മുറിച്ച്. പക്ഷെ കുറച്ച് ആളുകൾ ഇപ്പോഴും നോമ്പ് മുറിക്കുന്നുണ്ട് നബിയെ എന്ന് ഹബീബായ റസൂലുള്ളാഹിനോട് വന്ന് പറഞ്ഞു. ഫഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫഖാലൻ നബി, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെയാണ് പറഞ്ഞത്. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉസാത്താണ്, ആസിയുടെ ബഹുവചനമാണ് ഉസാത്ത്. അവര്
ഉസ്വാത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇവിടെ ഇസ്യാൻ, എന്താ ഇവിടെ കുറ്റം? ഈ ഇസ്യാൻ എന്ന വാക്കിന് കുറ്റം എന്ന് പറയുകയാണ് എങ്കിൽ ഈ ഉലൈകൽ ഉസ്വാത്ത് എന്ന വാക്കിന് നോമ്പ് നോറ്റവരെ കുറ്റക്കാരി എന്ന് പറയേണ്ടി വരും. അപ്പോൾ പിന്നെ ഇസ്യാന്റെ അർത്ഥം എന്താ? ഇസ്യാന്റെ അർത്ഥം അഫ്ളലായ കാര്യത്തെ വർജിച്ചു. അഫ്ളലായ കാര്യമായിരുന്നു നോമ്പ് മുറിക്കൽ. കാരണം റസൂലുള്ളാഹി വബിസുന്നത്തി റസൂലുള്ളാഹി വബിഇഫ്താരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള നോമ്പ് മുറിച്ചാൽ പിന്നെ എല്ലാവരും നോമ്പ് മുറിക്കാണ് അവിടെ വേണ്ടത്. അത് ചെയ്യാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ ചെറിയിൽ നിന്ന് നബിയെ കണ്ടുകൊണ്ട് അവർ താഴേക്കിറങ്ങിയപ്പോൾ ഉലൈകൽ ഉസ്വാത്തു, അവർ തെറ്റിയവർ, അത്യാവശ്യ കാര്യത്തെ ഒഴിവാക്കിയവർ, അഫ്ളലായ കാര്യത്തെ വർജിച്ചവർ എന്ന് വേണമെങ്കിൽ பார்ക്കാം. അല്ലാതെ നോമ്പുകാരെ കുറിച്ച് ഉലൈകൽ ഉസ്വാത്തു ഇതാരും പറയല്ല. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം പഴം കഴിച്ചതോ? പഴം കഴിക്ക എന്ന് പറഞ്ഞാൽ പഴം കഴിക്കലും കഴിക്കാതിരിക്കലും നോക്കിയാൽ കഴിക്കാതിരിക്കലായിരുന്നു നന്നായിരുന്നത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച്. ആ രൂപത്തിലുള്ള കൽപ്പനയെ ആ വിഷയത്തിൽ അള്ളാഹു കൽപ്പിച്ചിട്ടും ഉള്ളൂ. പക്ഷേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മറന്നു. പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദം മറന്നു. മറന്നാൽ പിന്നെ അതിൽ പിടികൂടലുമില്ല. മറന്നു ചെയ്താൽ അതിൽ പിന്നെ പിടികൂടലുമില്ല. ഏത് നോക്കിയാലും ഏത് നിലക്ക് നോക്കിയാലും കുറ്റം ചെയ്തവൻ എന്ന് പറയുക എന്നത് സാധ്യമല്ല. പിന്നെ അതൊക്കെ ഇലാഹിയായ ഹിക്മത്തുകളാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ആലമുൽ അർവാഹിൽ വെച്ച് ആദം നബിയും മൂസാ നബിയും കൂടി കണ്ടുമുട്ടിയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദം നബിയോട് തർക്കിക്കാൻ വേണ്ടി ചെന്ന ഒരു സംഭവം മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. മൂസാ നബി ആദം നബിയെ കണ്ടപ്പോൾ മൂസാ നബി പൊതുവെ ചൂടനുമാണല്ലോ, ലേശം ചൂടുള്ള ആളാ. ആദം നബിയോട് പറഞ്ഞു, ഞാൻ എന്റെ കൗമിനെ കൊണ്ട് കുടുങ്ങി, ഫിർഔനെ കൊണ്ടും പിന്നെ ഇസ്രായേലിനെ കൊണ്ടും കുടുങ്ങി. എത്ര കാലാണ് അവരെന്നെ കഷ്ടപ്പെടുത്തിയെന്ന് കണക്കില്ല. ഒക്കെ കാരണക്കാരൻ നിങ്ങളാണ്. നിങ്ങൾ ആ പഴം കഴിച്ചിട്ടല്ലേ ഭൂമിയിൽ വരേണ്ടി വന്നത്, എന്നിട്ടല്ലേ ഞങ്ങളൊക്കെ ആ ഭൂമിയിൽ കഷ്ടപ്പെടേണ്ടി വന്നത്. നിങ്ങൾ വല്ലാത്തൊരു വിഷമാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മൂസാ നബി പറഞ്ഞു. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശക്തമായി തിരിച്ച് മൂസാ നബിയോട്, അന്തൽ മൂസ അല്ലദീ ആതാകല്ലാഹു കിതാബഹു തൗറാത്ത, അല്ല മൂസ ഇജന്നല്ലേ അല്ലാഹു തആല തൗറാത്ത് തന്ന മൂസ ഇജന്നല്ലേ എന്ന് ചോദിച്ചു. അതിനാ തന്നെയാണ്. അല്ല തൗറാത്ത് അല്ലാഹു തന്നിട്ടേ ഉള്ളൂ, ഫമാ ഖറഅതഹ, ഈ തൗറാത്ത് വായിച്ചു നോക്കിയിട്ടില്ല എന്ന് ചോദിച്ചു. വായിച്ചു നോക്കിയിട്ടില്ല. പിന്നെ ഈ എങ്ങനെ എന്നെ കുറ്റപ്പെടുത്തുക? അള്ളാഹു മനുഷ്യനെ പടക്കുന്നതിന്റെ ആയിരക്കണക്കായ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്ങനെ പഴം കഴിക്കണമെന്നും മനുഷ്യന്മാര് ഭൂമിയിൽ വരണമെന്നും ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമെന്നും അള്ളാഹു നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആ എഴുതി വെച്ച കാര്യം ഭൂമിയിൽ നടക്കണമെന്ന കാര്യം ഉറപ്പല്ലേ? നിനക്ക് അതെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടായിരുന്നോ മൂസാന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയോട് പറഞ്ഞു. അങ്ങനെ ഫഹ്തജ ആദമു അലാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ ആദം നബി അലൈഹി സ്വലാം ലക്ഷ്യം നിരത്തി വിജയിച്ചു എന്ന് വളരെ വ്യക്തമായി ഹദീസ് ശരീഫിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അല്ലാഹുവിന്റെ ഹിക്മത്താണ്. അല്ലാതെ പഴം കഴിച്ചു എന്നതൊരു കുറ്റകരമായ കാര്യമല്ല. അതൊരിക്കലും ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു ഹറാമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച സംഗതിയും അല്ല. പിന്നെ മഹാന്മാർക്കൊരു പതിവുണ്ട്, കുറ്റം ചെയ്തിട്ടില്ലെങ്കിലും അവർ അവരുടെ സ്വന്തം നഫ്സിനെ ചെറുതാക്കി കാണും. അത് വലിയ മനുഷ്യന്മാരെ സ്വഭാവമാണ്. സ്വന്തം നഫ്സിനെ അവര് ചെറുതാക്കി കാണും. 1000 കൊല്ലമാണ് വയസ്സ് സയ്യിദുനാ ആദം അലൈഹിസ്സലാം. അതില് 300 കൊല്ലം കരയുക സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം. എപ്പോഴും കരയും. 300 കൊല്ലം കരഞ്ഞ് فنبت من دموعه العود والصندل والزنجبيل. ഊട്, സ്വന്തല്, സഞ്ചബീല് എല്ലാം ഊട് എന്ന പെർഫ്യൂമായ ഊട്, പിന്നെ ചന്ദനം, പിന്നെ ഇഞ്ചി, ഇതെല്ലാം സയ്യിദുനാ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കണ്ണുനീരിൽ മുളച്ചതാ. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം നഫ്സിൽ. അത് വലിയ മനുഷ്യന്മാരുടെ ശൈലിയുമാണ്. അവർ അള്ളാഹുവിന്റെ മുന്നിൽ അവരെന്ത് ചെയ്യും? ആ ഹദ്റത്തുൽ ഖുദ്സിയുടെ മുന്നിൽ അവരുടെ ചെറുപ്പത്തെ അവർ കാണിക്കും. അതാണ് അവരുടെ ഇബാദത്തിന്റെ ഏറ്റവും സമ്പൂർണമായ അവസ്ഥയും. അതൊരിക്കലും അവർ കുറ്റം ചെയ്തതിന്റെ അടിസ്ഥാനമല്ല. നിന്നെ ഞാൻ ഇമാമാക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്റെ കുടുംബത്തിൽ നിന്നും എന്റെ മക്കളിൽ നിന്നും ഇമാമാക്കണമെന്ന് പറഞ്ഞു സയ്യിദുനാ ഇബ്രാഹിം. ഉറക്കം പറ സയ്യിദുനാ ഇബ്രാഹിം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അക്ക
അക്രമികൾക്ക് എന്റെ അഹദ് എത്തുകയില്ല, അക്രമികളെ ഒഴിവാക്കും. ഏതാണ് ഈ അഹദ്? അത് നുബുവത്താണ്, ഇമാമത്ത് നുബുവത്ത്. ഈ നുബുവത്ത് എന്ന കാര്യം ഒരിക്കലും അല്ലാഹു തആല അക്രമികൾക്ക് കൊടുക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ ശരീഫ് വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ ഇതിന്റെ വ്യാഖ്യാനം പറയുന്നത് നിങ്ങൾ നോക്കുക. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ ഇതിന്റെ വ്യാഖ്യാനം പറയുന്നു, അൽ ആയത്തു തദുല്ലു അലാ ഇസ്മത്തിൽ അംബിയാഇ, അംബിയാക്കൾ മഅസൂമികളാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ആയത്ത്. മിൻ വജ്ഹൈനി. അൽ അവ്വലു അന്നഹു സബത അന്നൽ മുറാദ മിൻ ഹാദൽ അഹദി അൽ ഇമാമ വലാ ശക്ക അന്ന കുല്ല നബിയ്യിൻ ഇമാമൻ ഫഇന്നൽ ഇമാമ ഹുവല്ലദി യുതമ ബിഹി. ഇമാമത്ത്, ഒരാൾ നേതാവ് മുന്നിൽ നിർത്തപ്പെടാനാണല്ലോ ഇമാമത്ത് എന്ന സംഗതി. ഏതൊരു നബിയാണെങ്കിലും ആ നബി ഇമാമായിരിക്കും. നബിയും ഔലന്നാസി, ജനങ്ങളിൽ ഏറ്റവും നല്ല ആള്, ഇമാമാക്കാൻ ഏറ്റവും യോഗ്യൻ നബി തന്നെ. ആയത്തു അലാ അന്നൽ ഇമാമ ലാ യകൂന ഫാസിഖൻ, ഇമാം ഒരിക്കലും തമ്മാടിയാവൂല. അല്ലാഹു നിശ്ചയിച്ച ഇമാമ് ഒരിക്കലും തമ്മാടിയാവുകയില്ല എന്ന ആയത്ത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തദുല്ലു അലാ അന്ന റസൂല ലാ യജൂസു അൻ യകൂന ഫാസിഖ, തമ്മാടിയാവുക എന്നത് ഒരിക്കലും പ്രവാചകന്മാർക്ക് യോജിക്കുകയില്ല. എന്തുകൊണ്ട്? ലാ യനാലു അഹദുൽ വാലിമീൻ, അക്രമികൾക്ക് എന്റെ ഈ നുബുവത്തിന്റെ അഹദ് എത്തുകയില്ല എന്ന് വ്യക്തമായി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വസ്താനി ലാ യനാലു അഹദുൽ വാലിമീൻ ഫഹാദൽ അഹദു ഇദാ കാന ഇൻകാന ഹുവ നബുവ വജബ അൻ തകുന ലാ യനാലുഹാ അഹദുൻ മിനൽ വാലിമീന വഇൻ കാന ഹുവൽ ഇമാമ ഫകദാലിക ലഅന്ന കുല്ല നബിയ്യിൻ ലാ ബുദ്ദ വഅൻ യകൂന ഇമാമ യുതമു ബിഹി വകുല്ലു ഫാസിഖിൻ വാലിമുൻ ലിനഫ്സിഹി ഫവജബ അൻ ലാ തഹ്സുല നബുവ ലിഅഹദിൻ മിനൽ ഫാസിഖീൻ. ബഹുമാനപ്പെട്ട തഫ്സീറുൽ കബീർ 4 വാള്യം 43-ാമത്തെ പേജ് ലാ യനാലു അഹദുൽ വാലിമീൻ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വ്യക്തമായി മഹാനായ അല്ലാമ ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ വളരെ വ്യക്തമായി അത് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല മുഅ്മിനീങ്ങളെ, ഞാൻ ഇതിന്റെ വാതിലിങ്ങനെ തുറന്നു വെച്ചു എന്നത് മാത്രമാണ്. ഇത് വളരെ വലിയ പഴയ കാലത്ത് നല്ലപോലെ ചർവണം ഉണ്ടായിരുന്ന ഇത്തരം വിഷയങ്ങൾ മെല്ലെ മെല്ലെ നമ്മുടെ നാടുകളിൽ നിന്ന് നാട് നീങ്ങുന്നു എന്നതും ഈ സന്ദർഭത്തിൽ നമ്മൾ ഭയപ്പെടേണ്ട ഒരു വിഷയമാണ്. ബിദ്അത്തിന്റെ കക്ഷികൾ ബഹുമാനപ്പെട്ട സത്യദീനിന്റെ അടിസ്ഥാനത്തിൽ അബദ്ധം അതിന് പോറലേൽപ്പിച്ചവരാണ്. അല്ലാഹു തആല ആ വിഭാഗത്തെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ബിദ്അത്തിന്റെ കക്ഷികളോട് മൃദുല സമീപനം സ്വീകരിക്കാൻ ഒരു നിലക്കും പാടില്ലാത്തതാണ്. അതിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ വന്നിട്ടുള്ള തബ്ലീഗ് ജമാഅത്തിനെ വല്ലാതെ കരുതിയിരിക്കേണ്ടതാണ്. തബ്ലീഗ് ജമാഅത്ത് വളരെ അപകടകരമായ ഒരു കക്ഷിയാണ്. എന്തുകൊണ്ട്? ഇതേ വീക്ഷണമാണ്, വഹാബിസത്തിന്റെ അതേ വീക്ഷണമാണ് ഈ വിഷയങ്ങളിലെല്ലാം തബ്ലീഗ് ജമാഅത്തിനും ഉള്ളത്. സഗീറത്തൊക്കെ അവരിൽ നിന്ന് സംഭവിക്കാം, അമ്പിയാകളിൽ നിന്ന് അബദ്ധം സംഭവിക്കാം, നുബുവത്തിന് മുമ്പ് സംഭവിക്കാം, ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കാം എന്ന് ഈ വാദക്കാരാണ് സത്യത്തിൽ വഹാബിസം. ഈ വാദത്തെ ഒന്നുകൂടി ഏറ്റുപിടിക്കുകയാണ് മൗദൂദികൾ ചെയ്തത്. ഇടക്കാലത്ത് വഹാബിസത്തിന്റെ അതേ ന്യായവാദങ്ങളെ കൊണ്ടുവരികയാണ് പിന്നീട് തബ്ലീഗ് ജമാഅത്ത് ചെയ്തത്. തബ്ലീഗ് ജമാഅത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം, അത് പ്രത്യക്ഷത്തിൽ ജനങ്ങൾ അതിൽ വഞ്ചിതരായി പോകും. അതിൽ നേരായ വഴിയാണ്, അവരെ സുന്നത്തും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടാല് അതിൽ ശരിയായ വഴിയാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോകും. ഇത് വളരെ അപകടകരമായ ഒരു സംഗതിയാണ്. ഇതെല്ലാവരും കരുതിയിരിക്കണം. വഹാബിസം ദീനിന്റെ ശറഫായ മഖാമിൽ നിൽക്കുന്ന ആളുകളുടെ മഹത്വം മുഴുവനും നിരാകരിച്ചു എന്നതാണ് അടുത്ത കാലഘട്ടത്തിൽ ചെയ്തത്. ആദ്യ കാലഘട്ടത്തിൽ എമ്പാടും പറഞ്ഞിരുന്ന ഒരു വിഷയമാണ് കർബലയിൽ അഹ്ലു ബൈത്ത് മുറിഞ്ഞിട്ടുണ്ട്, ഇന്ന് അഹ്ലു ബൈത്ത് എന്നൊരു സംഗതി ഇല്ല. ബഹുമാനപ്പെട്ട സയ്യിദ്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെടുന്നതോടുകൂടെ ഇല്ലാതായി, ഇന്ന് അഹ്ലു ബൈത്ത് ഇല്ല എന്ന വാദം ആദ്യ കാലഘട്ടത്തിൽ വല്ലാതെ അവർ ഉയർത്തിവിട്ടിരുന്നു. എന്താണ് അതിന്റെ പിന്നിൽ? ഇതിന്റെയൊക്കെ പിന്നിൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ജൂദായിസമാണ്. എന്തുകൊണ്ട്? മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇന്നത്തെ ഈ വിജയത്തിന്റെയും കാരണം അവരുടെ ഐക്യമാണ്. ഐക്യം എപ്പോഴാണ് ഉണ്ടാവുക? നേതാക്കന്മാരെ കുറിച്ചുള്ള
മഹത്വബോധമാണ് സത്യത്തിലെ ഐക്യത്തിന്റെ ആധാരം. ഇവിടെ നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു മഹാൻ വഫാത്തായി 20 വർഷമായി. ആ 20 വർഷമായിട്ടും ഈ ചൂടുള്ള ഈ ഒരു ഹാളില്, ഇത്രയേറെ കൊടും ചൂടുള്ള ഈ പട്ടണത്തില്, മര്യാദക്കൊരു ഫാന് പോലും പ്രവർത്തിക്കാത്ത ഈ ഒരു ഹാളില് ഇത്രയേറെ സമയം ആളുകൾ ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ നേതൃത്വത്തെ കുറിച്ചുള്ള ഉദാത്തമായ നമ്മുടെ ബോധമാണ്. അതെന്താണത്? അത് കേവലം അവരായി നമുക്കൊന്നും കിട്ടാനില്ലല്ലോ. ഈ മഹാൻ വഫാത്തായി പോയിട്ട് 20 കൊല്ലത്തോളമായി, ഒന്നും കിട്ടാനില്ല. പിന്നെ എന്താണത്? അവരുടെ മഹത്വത്തെ കുറിച്ചുള്ള നമ്മുടെ ഒരു ഉള്ളറിവാണത്. ഈ മാത്രം പൊളിഞ്ഞു പോയാലോ, ഈ മാത്രം പൊളിഞ്ഞു പോയാൽ പിന്നെ ദീൻ പൊളിക്കപ്പെടാൻ എളുപ്പത്തിൽ കഴിയും. ഇതാണ് വഹാബിസം ചെയ്തിട്ടുള്ളത്. വഹാസം വന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും അനുയായികളും ചെയ്തത് ബഹുമാനപ്പെട്ട നബി കുടുംബത്തിനെതിരെ വാളോങ്ങി. ആ കാലഘട്ടത്തിൽ മക്കായിലും മദീനയിലുമുള്ള അഷ്റാഫ് മുഴുവനും അവരെ ശിർക്ക് പുലർത്തുന്നവരും ഖുറാഫാത്ത് പുലർത്തുന്നവരും എന്ന് വാദിച്ച് അവരുടെ മേൽ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും ആലു സഊദും ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ളത്. അതിന്റെ പേരിലാണ് പിന്നീട് അവർ രാഷ്ട്രത്തെ കെട്ടിപ്പടുത്തത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എവിടെ നോക്കിയാലും ഇതിന്റെ പിന്നിൽ അടിസ്ഥാനപരമായി വഹാബിസത്തിന്റെ അടിസ്ഥാനം ജൂഡായിസമാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന് ചെലവഴിക്കാനുള്ള പണം കൊടുത്തിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. എന്തുകൊണ്ട്? അന്ന് ബ്രിട്ടീഷ് കോളനികളാണ് ഇവിടെ മിഡിൽ ഈസ്റ്റിൽ ഏകദേശമൊക്കെ ഉള്ളത്. അപ്പൊ അവർക്കെതിരെ ഒരു മുസ്ലിം ശക്തി ഉയർന്നു വരൽ, മുസ്ലിം സംഘശക്തിയുടെ എതിരെ ഉള്ളിൽ ഒരു സംഘം ഉയർന്നു വരാൻ അവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. അതിന് പുറമെ ഖിലാഫത്തിനെ നശിപ്പിക്കുകയും വേണം. ഇതെല്ലാം കൂടിയാണ് സത്യത്തിൽ വഹാബിസത്തെ ഉണ്ടാക്കിയത്. വഹാബിസം അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് നേതൃത്വത്തിനെതിരെ വാളോങ്ങുക എന്നാണ്. വെളിയങ്കോട് ഉമർ മൗലവി സാക്ഷാൽ എഴുതിവിട്ടു, മുഹമ്മദ് നബി പോലും അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കുന്നതിൽ അമാദം കാണിച്ചിട്ടുണ്ട് എന്നതിന് അയാൾ എന്താ തെളിവ് പറഞ്ഞതറിയോ? ഭയങ്കര വർത്താനം അയാൾ പറഞ്ഞത് എന്തുകൊണ്ട് അള്ളാഹ് റസൂൽ പോലും അള്ളാഹിനോട് വീഴ്ച കാണിക്കുന്നതിൽ, അള്ളാഹിന്റെ കൽപ്പന പാലിക്കുന്നതിൽ വളരെ അമാന്തം കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് ന്യായം അയാൾ പറഞ്ഞത്, ഇന്നീല അസ്തഗ്ഫിറുല്ലാഹ ഫീ കുല്ലി യൗമിൻ 100 മറ, എല്ലാ ദിവസവും റസൂലുള്ളാഹ് 100 വട്ടെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാനുണ്ടല്ലോ. കുറ്റ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്തിനാ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണത്? സുബ്ഹാനല്ലാഹ് ജല്ല വഅല. ഇത് വെളിയങ്കോട് ഉമർ മൗലവി പറഞ്ഞതാ. അയാൾക്ക് കണക്കിന് കുരുത്തക്കടും കിട്ടി. അയാളുടെ ഒരു മകൻ സാമ്യ, അയാളുടെ മൂത്ത മകൻ സാമ്യ. ലോകരാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മതം ഹിന്ദു മതമാണെന്ന് പ്രചരിപ്പിക്കുന്ന കേരളത്തിലെ ഹിന്ദു മതത്തിന്റെ ഏറ്റവും വലിയ വക്താവ് ബഷീറാണ്. ആരുടെ മകൻ? കേരള നദ്വത്തുൽ മുജാഹിദീന്റെ മരണം വരെ പ്രസിഡന്റായിരുന്ന, ശ്രദ്ധിക്കണേ, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ മരണം വരെ പ്രസിഡന്റായിരുന്ന കെ ഉമർ മൗലവിയുടെ മകൻ ബഷീറാണ് ഇന്ന് ഷിർക്കിന്റെ ഏറ്റവും വലിയ ഇന്ത്യയിലെ സഈം. ഇംഗ്ലീഷിൽ എത്രയാ പ്രസംഗങ്ങൾ എന്നറിയോ? നെറ്റിൽ ബഷീറിന്റെ പ്രസംഗങ്ങൾ എത്രയാ? ലോകത്തെ ഏറ്റവും വലിയ മതം ഹിന്ദു മതമാണ് എന്നാണ് ബഷീറിന്റെ വാദം. ബഷീർ ഉമർ മൗലവിയുടെ മൂത്ത മകനാണ്. സാമ്യ കാഷായ വസ്ത്രം ധരിച്ച് കുറിയൊക്കെ തൊട്ട് ആകെ കുറിയിട്ടാണ് നടക്കുക. ലോകരാജ്യങ്ങളിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ക്ഷണിതാവായി പോയിട്ട് അവിടെ പോയി പ്രസംഗിച്ചു. ഏറ്റവും നല്ല മതം ഹിന്ദു മതമാണ്. ആരുടെ മകൻ? ഉമർ മൗലവി. കണക്കിന് കിട്ടിയത് ഇയാളുടെ വാദമാണ് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കുന്നതിൽ വലിയ അമാന്തം കാണിച്ച ആളാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാ ദിവസവും 100 വട്ടമോ, ഒരഭിപ്രായം 70 വട്ടമോ എങ്കിലും ഇന്നീല അസ്തഗ്ഫിറുല്ലാഹ ഫീ കുല്ലി യൗമിൻ 100 മറന്നുണ്ട്, 70 മറന്നുണ്ട്. അപ്പൊ കുറ്റം ചെയ്യാത്ത ഒരാൾക്ക് എന്തിനാണ് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നത്? അപ്പൊ അള്ളാഹുവിനോട് കൽപ്പന പാലിക്കുന്നതിൽ വലിയ അമാന്തം കാണിച്ച ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ബഹുമാനപ്പെട്ട ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹു താൻ സാക്ഷി അല്ലാത്ത സ്ഥലത്ത് നബിയോട് പറഞ്ഞു, നബിയെ നിങ്ങൾ ആടിനെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നബി അയാളെ ശകാരിക്കല്ല ചെയ്ത്. ഇന്നു മുതൽ എല്ലാവരും 2 സാക്ഷി നിൽക്കേണ്ട സ്ഥലത്ത് ഇബ്നു ഹുസൈമ 1 സാക്ഷി നിന്നാ മതി. നിങ്ങൾ ചിന്തിക്കണം, വഹാബിസത്തിന്റെ പൊളിവ്. അള്ളാഹുവിന്റെ സ്വഹാബത്തിനെ പിൻപറ്റണമെന്നാണല്ലോ കൽപ്പിച്ചത്. സ്വഹാബത്തിന്റെ വാദം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ തെറ്റൊരിക്കലും ചെയ്യൂല. അതിന് അവർ ഇല്ലാത്തടത്ത് സാക്ഷിയായി നബിക്ക് വേണ്ടി നബി തെറ്റ് ചെയ്യൂല
എന്ന് കേരള ദഅവത്തുൽ മുജാഹിദീന്റെ മരണം വരെ പ്രസിഡന്റായ ആളുടെ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കൽപ്പന പാലിക്കുന്നതിൽ അമാന്തം കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇസ്തിഗ്ഫാർ ഇത്രയേറെ പെരുപ്പിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. അത് ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അബദ്ധങ്ങളുടെ കൂത്തരങ്ങാണ് വഹാബിസം എന്ന് നാം ഗൗരവമായി മനസ്സിലാക്കണം. വഹാബിസത്തിന്റെ ജനകീയ സഭയാണ് തബ്ലീഗ് ജമാഅത്ത്. ഈ തബ്ലീഗ് ജമാഅത്തിന് കോഴിക്കോട്ട് പഴയ കാലത്ത് ഒരു പള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പള്ളികൾ അധികരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിനെ മഹല്ലുകൾ ജാഗരൂകരായി ശ്രദ്ധിക്കണമെന്നും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. പള്ളികളിൽ നമ്മുടെ മഹല്ലുകളിലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ വലവീശി പിടിച്ച് കൊണ്ടുപോയി പ്രത്യക്ഷ സുന്നത്തുകളെ കാണിച്ചു കൊടുത്ത് അതിലേക്ക് വഞ്ചിച്ച് ചാക്കിലാക്കുക എന്ന ശൈലിയാണ് തബ്ലീഗ് ജമാഅത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്മത്തുൽ അംബിയായിലൊക്കെ ഇതേ വാദമാണ് അവരുടെ വാദം. ഇതേ വാദമാണ്. എന്തിന് മൻസൂർ നുഅ്മാനി യാ അക്രമൽ ഖൽഖി മാ ലിമൻ അൽഹൂദു ബിഹി സിവാക ഇൻദ ഹുലൂ ലിൽ ഹാദിസിൽ അമിമി എന്ന് തുടങ്ങുന്ന വരി ശിർക്കാണ് എന്ന് മൻസൂർ നുഅ്മാനി എഴുതി വെച്ചിട്ടുണ്ട്. മൻസൂർ നുഅ്മാനി തബ്ലീഗ് ജമാഅത്തിന്റെ ഷാ മുഹമ്മദ് ഇല്യാസിക്ക് ശേഷം തബ്ലീഗ് ജമാഅത്തിനെ ജനകീയ പ്രസ്ഥാനമാക്കിയ ഏറ്റവും വലിയ നേതാവ് മൻസൂർ നുഅ്മാനിയാണ്. മൻസൂർ നുഅ്മാനിയുടെ ഒരു ഗ്രന്ഥം ബഹുമാനപ്പെട്ട ബുർദയെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ ബുർദയുടെ ഷിർക്കിന്റെ വരികൾ എന്ന് തോന്നിപ്പിച്ച് അദ്ദേഹം യാ അക്രമൽ ഖൽഖ് എന്ന വരികൾ എത്തിയപ്പോൾ ഒന്നിരിക്കൽ ഇത് ഷിർക്കാണ്, അല്ലെങ്കിൽ മൂഹിമുല്ലി ഷിർക്കി, ഷിർക്കിനെ തോന്നിപ്പിക്കുന്നതാണ്. കാരണം നബിയെ മഹത്വപ്പെടുത്തി അള്ളാഹുവിനോട് സാമ്യപ്പെടുത്തുകയാണ്, നബിയോട് നേരിട്ട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നിരിക്കൽ ഇത് ഷിർക്കാണ്, അല്ലെങ്കിൽ മൂഹിമുമ്പി ഷിർക്കാണ്. എന്താണെങ്കിലും ബുർദ അംഗീകരിക്കാവുന്ന കിതാബല്ല എന്നാണ് തബ്ലീഗ് ജമാഅത്തിന്റെ വാദം. ഇതിനു വേണ്ടി ഒരു കിതാബ് തന്നെ തബ്ലീഗ് ജമാഅത്തുകാർ എഴുതിയിട്ടുണ്ട്. ആ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവായിരുന്ന മൻസൂർ നുഅ്മാനിയാണ് ഈ വരികളുടെ ശിർക്ക് കണ്ടുപിടിച്ചുകൊണ്ട് വാദിച്ചുകൊണ്ട് പുസ്തകം എഴുതിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മഹാനായ ശംസുൽ ഉലമ ഈ പുസ്തകത്തിനെതിരെ പ്രതികരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കൃതികളിലെല്ലാം മൻസൂർ നുഅ്മാനിയുടെ ഈ അബദ്ധങ്ങൾക്കെതിരെ ശക്തമായി നിലകൊണ്ട നിലപാടുകൾ കാണാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ ബഹുമാനപ്പെട്ട അംബിയായിൽ നിന്ന് ഒരബദ്ധവും സംഭവിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദി, അവരോട് പിൻപറ്റാൻ കൽപ്പിച്ചിരിക്കുന്നു. അവർ ഇമാമികളാണ്. എന്തിനാണ് ഇമാം? ലിയുതമ്മ ബിഹി, ഇമാമിനെ അങ്ങനെ തന്നെ പകർത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഒരിക്കലും അവരിൽ നിന്ന് തെറ്റ് സംഭവിക്കാൻ പാടില്ല. അവർക്ക് ഭ്രാന്തുണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ടാണ് നബിമാർക്ക് ഭ്രാന്തുണ്ടാകാൻ പാടില്ലാത്തത്? ഒരു നബിക്ക് ഭ്രാന്തുണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട്? ഇതന്നെ നബി മഅസൂമാകുന്നതിന്റെ മറ്റൊരു അടിസ്ഥാനം. നബി മഅസൂമാകാതിരിക്കാൻ പാടില്ല, നബി മഅസൂമാകണം. എന്തുകൊണ്ട് മഅസൂമാകണം? ഒരു അബദ്ധം നബിയിൽ സംഭവിച്ചാൽ ജനങ്ങൾക്ക് ആ മനുഷ്യനുള്ള വിശ്വാസ്യത നഷ്ടപ്പെടും. അയാൾ ഞാനിന്റെ ഒരു അബദ്ധം പറ്റിയല്ലോ, അയാൾ നല്ലതും പറയും നല്ലതല്ലാത്തതും പറയും, അല്ലെങ്കിൽ നല്ലതും ചെയ്യും നല്ല അല്ലാത്തതും ചെയ്യും എന്ന് പറയും. അതേ അടിസ്ഥാനത്തിലാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി പറഞ്ഞു, ജീവിതത്തിൽ ഒരു നബിക്ക് ഭ്രാന്ത് ഉണ്ടായിട്ടില്ല, ഉണ്ടായിട്ടല്ല. പല രോഗം ഉണ്ടായിട്ടുണ്ട്, നബിക്ക് ഭ്രാന്ത് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? ഭ്രാന്ത് ഉണ്ടാകാൻ പറ്റൂല. ഭ്രാന്ത് സംഭവിച്ചു പോയാലുള്ള പ്രശ്നം എന്താ? വിശ്വാസ്യത നഷ്ടപ്പെടും. ഒരാൾ ചൂടായിട്ട് ഒരു കാര്യം പറഞ്ഞാല് നമ്മളെ കൂട്ടത്തിൽ വന്ന ഒരു വിഷയത്തിൽ വരുന്ന കൂട്ടത്തിൽ ഒരാൾ ചൂടായിട്ട് സംസാരിച്ചാല് അയാൾ ഒരു പഴയ കാലത്തെ ഭ്രാന്തനായിരുന്നുവെങ്കിൽ നമ്മൾ എതിർ കക്ഷിയോട് മെല്ലെ കണ്ണിട്ടിട്ട് പറയും, നിങ്ങൾ ബേജാറാവണ്ട, ഇയാൾക്ക് പണ്ടൊരു സോക്കടുണ്ടായിരുന്നു എന്ന് പറയും. ആ സോക്കടിന്റെ ലാഞ്ചന ഇപ്പോഴും ഇടക്കിടക്ക് ഉണ്ടാകും എന്നർത്ഥം. ജീവിതത്തിൽ ഒരിക്കലും ഒരു നബിക്ക് ഭ്രാന്ത് ഉണ്ടാകാൻ പറ്റൂല. നബിയുടെ ഭ്രാന്ത് വന്നാൽ നബിയുടെ വിശ്വാസം നഷ്ടപ്പെടും. ഇതല്ലേ ഒരു അബദ്ധം നബിയിൽ സംഭവിക്കാൻ പാടില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പും അനവധി കാലഘട്ടം നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടല്ലോ. അഫലാ തഅഖിലൂന, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, നിങ്ങൾ ചിന്തിച്ചുകൂടെ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പരിശുദ്ധ ഖുർആൻ കൽപ്പിച്ചു. നബി പറഞ്ഞു.
ഫഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബ്ലിഹി, ഒരുപാട് കാലം ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ജീവിച്ചിട്ടില്ലേ, അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? അഥവാ നുബുവത്തിന്റെ മുൻപിലെങ്കിലും വല്ല അബദ്ധവും ഞാൻ പറയുന്നതായി നിങ്ങൾ ചെയ്യുന്നതായിട്ടോ പറയുന്നതായിട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ സത്യമാണ്. ഒരിക്കലും ഒരു അബദ്ധം അവരിൽ നിന്ന് വരാൻ പാടില്ലാത്തതാണ്. ഇസ്ലാമിന്റെ അടിത്തറ പൊളിക്കുക എന്നതാണ് വഹാബിസത്തിന് ഈ വിഷയത്തിലുള്ള ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ ഇന്നത്തെ പലജാതി പ്രശ്നങ്ങളും ഉയർന്നു വന്നതിന്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. പണ്ട് കാലത്തൊക്കെ സംഘടനാ രംഗത്ത് കുറഞ്ഞ പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നു. സംഘടനാ രംഗത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പ്രശ്നങ്ങൾ, അതായത് തബ്ലീഗ് പോലും അന്നത്തെ കാലത്ത് ഇല്ല. മൗദൂദികള്, വഹാബികള്, ഈ രണ്ട് കൂട്ടരോട് മാത്രമേ നമുക്കന്ന് അടിക്കേണ്ടതുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളെ ആലിമീങ്ങള് ചർവണം ചെയ്ത് പഠിച്ച് കൃത്യമായി വഹാബിസത്തെയും മൗദൂദിസത്തെയും മൂലക്കലിരുത്തി ഇന്ന് ഒരു നിരക്ക് നോക്കിയാൽ അത് രണ്ടിന് വേര് പോലും കേരളത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. എത്രയോ കുടുംബം, മുജാഹിദായ കുടുംബത്തിലെ മക്കൾ സുന്നിയായത് എനിക്ക് കാണാൻ കഴിയും. ബാപ്പ മുജാഹിദായി, അങ്ങനെ ബാപ്പായുടെ തലമുറയോടുകൂടെ മുജാഹിദ് അവസാനിച്ചു. തിരിച്ച് മക്കളൊക്കെ സുന്നി. നമ്മുടെ മജ്‌ലിസുൻ നൂറിനൊക്കെ കൃത്യമായി പങ്കെടുക്കുന്ന പല മുജാഹിദ് മക്കൾ, ബാപ്പ മുജാഹിദ്, മകൻ സുന്നി, എനിക്കറിയാം. കാരണം ഈ വിഷയത്തിൽ നമ്മുടെ നേതാക്കൾ ആദ്യ കാലഘട്ടത്തിൽ വളരെ ശക്തമായി വിജയിച്ചു. പക്ഷേ ഇന്ന് പലജാതി പ്രശ്നങ്ങളും ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ നൂലാമാലകളും ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എനർജി പല ഭാഗത്തേക്ക് പാർട്ടീഷൻ ചെയ്യപ്പെടുന്ന കൂട്ടത്തിൽ യഥാർത്ഥ ശത്രുവിനെ കാണാൻ കഴിയാതെ പോയാൽ അത് സമുദായത്തിന് നാളത്തേക്ക് വലിയ ആപത്ത് വരുത്തി വെക്കും എന്നും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തയുടെ അടിസ്ഥാന ശത്രു ബിദ്അത്ത് കക്ഷികൾ തന്നെയാണ് എന്ന് ഞാനിവിടെ അർത്ഥശങ്കക്കിടമില്ലാതെ നിങ്ങളോട് പറയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശത്രു ബിദ്അത്തിന്റെ കക്ഷികളാണ്. ആ ബിദ്അത്തിന്റെ കക്ഷികൾ അവർ കൊണ്ടുവരുന്ന വാദഗതികൾ ദീനിന്റെ അടിത്തറ പൊളിക്കുന്ന വാദഗതികളാണ്. അവരോട് ഒരു മൃദുല സമീപനവും പാലിക്കാൻ പാടില്ലാത്തതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എനിക്ക് അവസരം തന്ന സംഘാടകരോട് ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.